ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി പൊട്ടറ്റോ ഫിംഗേഴ്സ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കിഴങ്ങ് തൊലി കളഞ്ഞൊന്ന് വേവിക്കാൻ വയ്ക്കാം. കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും അത് നനവില്ലാതെ എടുക്കണം, എന്നാലേ അത് നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുവാണ്. ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുവാണ്. കൂടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ആയാലും മതി. കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ടേസ്റ്റിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഫിംഗേഴ്സിന് നമ്മൾ മാവ് ഉണ്ടാക്കുമ്പോഴേക്കും അത് കുറച്ച് കട്ടിയിൽ ഡ്രൈ ആയിട്ടിരിക്കണം. മാവ് നനവോടെ ലൂസായിട്ടിരുന്നാൽ നമ്മൾ ഫ്രൈ ചെയ്യണ നേരത്ത് അത് എണ്ണ കുടിച്ച് ഒരുപാട് ഓയിലി ആയി പോവും. ആവശ്യമെങ്കിൽ അരിപ്പൊടി ചേർത്ത് മാവ് ഒന്നുകൂടെ ഡ്രൈ ആക്കാം. മാവ് റെഡിയായിട്ടുണ്ട്. ഇനി അത് ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ നീളത്തിലാക്കി എടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം കുറച്ച് മാവെടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്കത് നീളം ഫിംഗേഴ്സ് ഷേപ്പിലാക്കി എടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡിയായിട്ടുണ്ട്. എണ്ണയുടെ ചൂട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓയിലിൻ്റെ ചൂട് കുറഞ്ഞു പോയാൽ നമ്മൾ മാവിടുമ്പോഴേക്കും അത് എണ്ണ കുടിച്ച് ഭയങ്കര ഓയിലി ആയിട്ട് പോവും. മാവിടുമ്പോഴേക്കും ബബിൾസ് വരുന്ന ആ ഒരു ചൂടിലായിരിക്കണം എണ്ണ. ഓരോന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അടിഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ക്രിസ്പി പൊട്ടറ്റോ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.